ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സെൻസ് സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഇത് മറ്റൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ y2s ഡിവൈഡഡ് ബൈ f(s) ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. ഇതിൽ y2s എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡയഗ്രാം. സോ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷനിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം കാണുകയാണ്. സോ M1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ നമ്മൾ M1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ദിസ് ഈസ് എ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1. സോ ഇതിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാൽ ഇവിടെ M1 നമുക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് F(t) എന്ന് പറയുന്നത് M1ലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് വൺ ഈസ് FM1, ദാറ്റ് ഈസ് നമ്മുടെ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു മാസ് M1. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് FB, ദാറ്റ് ഈസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ B. ഇവിടെ നമുക്ക് ഒരു ഫ്രിക്ഷൻ എലമെന്റ് ഉണ്ട്, അതാണ് അനദർ ഫോഴ്സ്. ദെൻ ദ നെക്സ്റ്റ് ഫോഴ്സ് ഈസ് K1, ദാറ്റ് ഈസ് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു എലാസ്റ്റിസിറ്റി ഓഫ് സ്പ്രിംഗ് K1. ദെൻ another spring K2 is there. So ഈ K2ന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കുക, both ends are open-ended. ഇവിടെ K1ന്റെ കേസിൽ ഒരു എൻഡ് റെഫറൻസ് ആണ്. സോ ഇത്രയും ഫോഴ്സുകളാണ് ഇതിൽ വരുന്നത്. ഇതിൽ F(t) എന്ന് പറയുന്ന ഫോഴ്സ് ഒഴികെ ബാക്കി എല്ലാ ഫോഴ്സും ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. F(t) is the അപ്ലൈഡ് ഫോഴ്സ്. സോ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് y1. സോ ഇത്രയാണ് നമ്മളുടെ M1ന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഓരോ ഫോഴ്സും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് FM1 ആണ്, ദാറ്റ് ഈസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു മാസ് M1. സോ ആ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു മാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക M1 into d² y1. y1 is the displacement divided by dt². And the second force is FB, that is B into dy1 divided by dt. So ഇതെന്ന് പറയുന്നത് opposing force due to friction ആണ്. So one time differentiation of displacement ആണ് നമുക്ക് വരിക with respect to t. And the next one is FK1, that is opposing force due to elasticity of K1 കാരണമുള്ളതാണ്. So K1 into y1 ആണ് വരുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ K2 opposing force നോക്കുന്ന സമയത്ത് there is open-ended ആണ് രണ്ട് സൈഡും. So we have to consider the two displacement. So we will take the difference of the displacement K2 into y1 minus y2. So ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് മാസ് M1ൽ നിന്ന് കിട്ടുന്നത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ. ന്യൂട്ടൺസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇക്വേറ്റ് ചെയ്യും. സോ each force FM1, FB, FK1 and FK2 which will be equal to the applied force FT. So ഈ ഇക്വേഷനിൽ നമ്മൾ each value substitute ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഓരോ ഇക്വേഷൻസും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? വി ആർ ടേക്കിംഗ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? ഇഫ് ഇറ്റ്സ് 2 time differentiation, s² into y1 of s. If it's 1 time differentiation, s into y1 of s. Then y1 of s here, y1 of s minus y2 of s. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഇതിൽ y1 എന്ന് പറയുന്നത് ഈ ടേമിലൊക്കെ y1 വരുന്നുണ്ട്, അതൊക്കെ കോമൺ ആയിട്ട് എടുത്തു. ദെൻ ദ y2 of s വരുന്ന ടേം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു f of s ആണ് നമുക്ക് കിട്ടുന്നത്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം ആണ് എടുക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് M2. സോ M2ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ ഫ്രീ ബോഡി ഡയഗ്രാം. നമ്മൾ ആ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് M2. സോ ഈ M2ൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു M2, ദാറ്റ് ഈസ് FM2, ആൻഡ് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു K2, ദാറ്റ് ഈസ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K2. സോ ഈ രണ്ട് ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് നമുക്ക് M2ൽ കിട്ടുന്നത്. And the displacement is y2. So ഇതിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിലോ എന്ത് വരും? FM2 is equal to M2 into d² y2 divided by dt², and FK2 is equal to into y2 minus y1, because K2 എന്ന് പറയുന്നത് എന്താണ്? അതിന് both ends are free end ആണ്. So we have to take the difference. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബൈ ന്യൂട്ടൺസ് ലോ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇത് രണ്ടും ഈക്വൽ ടു നമുക്ക് 0 ആണ് വരുന്നത്, ബിക്കോസ് ദർ ഈസ് നോ അപ്ലൈഡ് ഫോഴ്സ് ഇൻ
m2. This is m2. Okay, so ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈ ന്യൂട്ടൺസ് ലോ ഇതിനെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സോ fm2 plus fk2 is equal to 0 ആണ് വരുന്നത്, because there is no applied force in m2, so which is equal to 0. ഇനി നമുക്ക് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the equation like this. Okay, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എടുക്കുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, m2 s square y2 of s, ഇവിടെ y2 ആണ് വരുന്നത്, പ്ലസ് k2 y2 of s മൈനസ് y1 of s which is equal to 0. ഓക്കെ, ഇതിൽ നിന്ന് we can rearrange this equation. y2 കോമൺ ആയിട്ട് എടുത്തു, y1 കോമൺ ആയിട്ട്. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് y1 of s എങ്ങനെ കിട്ടും, ലൈക്ക് ദിസ്. ഇതിൽ ഈ ടേം നമുക്ക് ഇപ്പുറത്ത് വരും ആൻഡ് k2 ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ y1 of s we will get like this. So let it be equation number 2. സോ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയ നമുക്ക് y1 of s എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇതിൽ y1 of s പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 in 1. സോ നമുക്ക് എന്ത് കിട്ടും, ഇതാണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് എ വാല്യൂ ഓഫ് y1 of s. ബാക്കിയുള്ള ഇക്വേഷൻ ആണ് ഇങ്ങനെ. നൗ ലെറ്റ്സ് റീഅറേഞ്ച് ദിസ്. നമുക്ക് കാണേണ്ടത് എന്താണ്, y2 of s ഡിവൈഡഡ് ബൈ f of s ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇതിനെ നമ്മൾ അങ്ങനെ കോമൺ എടുക്കുമ്പോൾ എന്താണ്, ഇവിടെ y2 of s ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും y2 of s ഉണ്ട്. സോ ഇവിടെ ഡിവൈഡഡ് ബൈ k2 ഉള്ളതുകൊണ്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് k2. we will be getting like this. so y2 of s കോമൺ എടുത്തു, ഇവിടെ നമുക്ക് k2 സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് we can take the ratio like this, y2 of s divided by f of s നമുക്ക് കാണാം. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, we will get like this, k2 divided by this term. this is the answer we should get. okay, ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.